ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുക്കറിൽ വളരെ പെട്ടെന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കപ്പപ്പുഴുക്ക് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ട കപ്പയെല്ലാം നമുക്ക് എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഇനി 2-3 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കണം. ഇനി അത് വേവാൻ ആവശ്യമായ വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വെറും ഒറ്റ വിസിൽ മാത്രം വന്നാൽ മതി. നമ്മുടെ കപ്പ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും കേട്ടോ. 2-3 വിസിലായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ലപോലെ വെന്ത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒറ്റ വിസിൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് വേകുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി കുറച്ച് തേങ്ങ, അതുപോലെ പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ വേണം. അപ്പോൾ കറിവേപ്പിലയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തവി വെച്ച് ഒന്ന് വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ടോ നോക്കാം. അപ്പോൾ വെള്ളമൊന്നുമില്ല. അപ്പോൾ അടുപ്പൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. നമ്മുടെ കപ്പയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പ ഇത്രയേ ഉള്ളൂ. കുക്കറി വേവിക്കുന്നതുകൊണ്ട് ഒരിക്കലും അത് കുഴഞ്ഞു പോകുമൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പ. നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരും കേട്ടോ. അപ്പോൾ നല്ല മീൻകറിയുടെയും ഇറച്ചിക്കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പപ്പുഴുക്കാട്ടോ. അപ്പോൾ കുക്കറിലൊക്കെ നിങ്ങൾ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പപ്പുഴുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.